CMRLനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട മാസപ്പടി കേസിനെ കുറിച്ചും അതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെട്ടതിനെക്കുറിച്ചും വരെ അദ്ദേഹം കാട്ടാക്കടയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷെ ആ കേസ് ഒതുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതെങ്ങനെയാണ് കേരള സർക്കാർ വിചാരിച്ചാൽ ആ കേസ് ഇല്ലാതാക്കാൻ സാധിക്കുക? അത് ED അല്ലേ അന്വേഷിക്കേണ്ടത്? അതിന്റെ അന്വേഷണം എവിടെ വരെയായി? പ്രതീക്ഷിച്ച വേഗതയിൽ അത് നടക്കുന്നുണ്ടോ, അതോ അതൊരു മെല്ലെ പോക്ക് ഇഴച്ചിലാണോ പോകുന്നത്? പലരും അതേപ്പറ്റി അത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഈ അന്തർധാര എന്നൊക്കെ പറയുന്നത്. അപ്പൊ പലരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതോടുകൂടി ചില രാഷ്ട്രീയ ജ്യോത്സ്യന്മാര് കബഡി നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും അറസ്റ്റിലാകുമോ, ആരുടെയെങ്കിലും പേരിൽ കൂടുതൽ സജീവമായ അന്വേഷണം വരുമോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് വെറും ഒരു രാഷ്ട്രീയ അന്തർധാരയുടെ ഭാഗമാണോ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പറഞ്ഞു. പക്ഷെ അതിന്റെ അന്വേഷണം ഇവിടെ നിൽക്കുന്നു, അത് ഏതാണ്ട് മുടങ്ങിക്കിടക്കാണ്. അത് ചെയ്യേണ്ടതാരാണ് അന്വേഷണം? ആ അന്വേഷണം നടത്തേണ്ടതാരാണ്? കേന്ദ്ര ഏജൻസികളല്ലേ. കസ്റ്റംസ് വകുപ്പ്, അല്ലെങ്കിൽ ED, അല്ലെങ്കിൽ ഇൻകം ടാക്സ്, ഇവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാതെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു കേരള സർക്കാർ എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഇതിന്മേൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. കരുവന്നൂർ ബാങ്കിനെ പറ്റി പറഞ്ഞു, അത് കുന്നംകുളത്തായിരുന്നു. അപ്പൊ 90 കോടി രൂപ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അത് നിക്ഷേപകർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിയാണ്, നല്ല കാര്യമാണ്, സന്തോഷം തോന്നി. പക്ഷെ ഇത് ED പിടിച്ചെടുത്താൽ അത് നിക്ഷേപകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പ്രധാനമന്ത്രിയുടെ ഒരു നല്ല മനസ്സ്, മഹാമനസ്കത എന്നൊക്കെയാ. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച ദിവസം തന്നെ ED കൊച്ചിയിലെ വിചാരണ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്, അല്ലെങ്കിൽ ഈ പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഇത് മോദിജിയുടെ ഒരു നല്ല മനസ്സായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ പണം തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് അത് നിയമാനുസൃതം ആണെങ്കിൽ തന്നെ. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അപേക്ഷ വയ്ക്കുകയാണ്. അത് മഹാരാഷ്ട്രയിൽ നടന്ന കാര്യമാകട്ടോ. അവിടെ ഇപ്പോഴത്തെ സർക്കാരിലൊരു ഉപമുഖ്യമന്ത്രി ഉണ്ട്, അജിത് പവാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെതിരായിട്ട് 25,000 കോടി രൂപയുടെ ഒരു അഴിമതി കേസുണ്ടായിരുന്നു. അത് സഹകരണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട. അദ്ദേഹം മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പഞ്ചസാര ഫാക്ടറികൾക്ക് 25,000 കോടി രൂപ വായ്പ നൽകി. ക്രമം വിട്ട്, നിയമം വിട്ട് വായ്പ നൽകി. അവസാനം അവരാരും പണമടച്ചില്ല. ഈ പഞ്ചസാര ഫാക്ടറികള് സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് കണ്ടുകെട്ടി. അതിനുശേഷം ഇത് ലേലത്തിന് വെച്ചു. അപ്പോൾ അജിത് പവാറിന്റെ ബന്ധുക്കളായ ആളുകൾ തന്നെ വളരെ വില കുറച്ച് ഈ പഞ്ചസാര ഫാക്ടറികൾ കൈയടക്കി അല്ലെങ്കിൽ സ്വന്തമാക്കി എന്നാണ് ആക്ഷേപം. ഈ ആരോപണം അവിടെ നിൽക്കുമ്പോഴാണ് അജിത് പവാർ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഭാഗമാവുന്നത്. BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമാവുന്നു. അതോടെ എന്താ സംഭവിച്ചത്? ഈ കേസ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഈ വിഭാഗം എഴുതി തള്ളിയിരിക്കുകയാണ്. ഇനി അന്വേഷിക്കുന്നില്ല എന്ന് ഒരു കോടതി അറിയിച്ചിരിക്കുക. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇതും സാധാരണക്കാര് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണമാണ്. അവരുടെ മക്കളുടെ വിവാഹത്തിനും അവരുടെ പഠനത്തിനും വേണ്ടി, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയൊക്കെ. അങ്ങ് ഇന്നലെ കുന്നംകുളത്ത് പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകളുടെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യമാണ് 25,000 കോടി വായുവിൽ ലയിച്ചു പോയിരിക്കുന്നത്. ഇവിടെ കരുവന്നൂരിൽ ഇതുവരെ കണ്ടുപിടിച്ചത് 300 കോടിയുടെ തട്ടിപ്പാ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 80-85 കോടി ഇരട്ടിയാണ് അവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ ദയവ് ചെയ്ത് ഇതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം പറയണം. അവിടുത്തെ പാവപ്പെട്ടവരായ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ എന്താണ് അങ്ങ് ചെയ്യാൻ പോകുന്നത്? കേസ് പിൻവലിച്ചതോടെ ഇനി ഈ നിക്ഷേപകർക്കൊന്നും അവകാശപ്പെടാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങ് തീർച്ചയായും ഇക്കാര്യത്തിൽ ഇടപെടണം. ഇതൊരു സാധാരണ പൗരന്റെ അപേക്ഷയാണ്.